വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BNSൻ്റെ അണ്ടറിൽ ജനറൽ എക്സെപ്ഷൻസ് പറഞ്ഞിരുന്നു. ആ ജനറൽ എക്സെപ്ഷൻസിൻ്റെ രണ്ടാമത്തെ എക്സെപ്ഷനാണ് ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്റ്റിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നതാണ് സെക്ഷൻ 16. സെക്ഷൻ 16 എന്താ പറയുന്നത്? പേഴ്സൺ ആക്ടിങ് ഓൺ കോർട്ട് ഓർഡർ നോട്ട് ലയബിൾ. അതായത് കോർട്ട് ഓർഡറിൻ്റെ അണ്ടറിലാണ് ഒരു പേഴ്സൺ ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ ലയബിൾ ആയിരിക്കില്ല എപ്പോഴൊക്കെ. ഫസ്റ്റ് കാര്യം, ആക്റ്റഡ് പെർ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് ദ കോർട്ട്. കോർട്ടിൻ്റെ ഓർഡറോ ജഡ്ജ്മെൻറ്റോ പ്രകാരമാണെങ്കിൽ ആ ഓർഡർ ഇപ്പോഴും നിലവിലുള്ളതായിരിക്കണം. പിന്നെന്താ, ഗുഡ് ഫെയ്ത്ത് ഉണ്ടാവണം. അതുപോലെ ബിലീവ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ആ കോർട്ടിന് ജൂറിസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഗുഡ് ഫെയ്ത്തിലാണെങ്കിൽ നമ്മൾ എന്താണ് ജുഡീഷ്യൽ ആക്ടിൻ്റെ അണ്ടറിലാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മജിസ്ട്രേറ്റ് റോങ്ലി ഇഷ്യൂ സെർച്ച് വാറൻറ്റ്, പോലീസ് സെർച്ച് ബേസ്ഡ് ഓൺ ഇറ്റ്. അതായത് മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു, ഒരു സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്തു, പോലീസ് എന്ത് ചെയ്തു, അതിൻ്റെ ബേസിൽ സെർച്ചും നടത്തി. ഇത് രണ്ടും ലയബിൾ ആവില്ല. എങ്ങനെയാണെങ്കിൽ അത് ഗുഡ് ഫെയ്ത്തിലാണെങ്കിൽ ഇതിന് എന്തുണ്ടാവില്ല, ലയബിലിറ്റി ഉണ്ടാവില്ല. അടുത്തതാണ് സെക്ഷൻ 15, ജഡ്ജ് നോട്ട് ലയബിൾ. ജഡ്ജ് ലയബിൾ ആവില്ല എപ്പോഴൊക്കെ ജുഡീഷ്യലി ആയിട്ട് ഒരു ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, ബിലീവ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ഒരു ജഡ്ജ് ലീഗലി എംപവേർഡ് ആണ്, ഗുഡ് ഫെയ്ത്തിൽ ബിലീവ് ചെയ്തിട്ട് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ലീഗലി ലയബിൾ ആവില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ജഡ്ജ് സെൻറ്റൻസ്ഡ് പേഴ്സൺ ടു ഡെത്ത് വിത്തൗട്ട് ജൂറിസ്ട്രിക്ഷൻ. അപ്പോൾ ഒരു ഹോണറബിൾ ജഡ്ജിന് ജൂറിസ്ട്രിക്ഷൻ ഇല്ലാതെ ഒരു പേഴ്സണ് ഡെത്ത് സെൻറ്റൻസ് കൊടുത്തു. പക്ഷേ ആ ജഡ്ജ് ചിലപ്പോൾ ലയബിൾ ആവണമെന്നില്ല. കാരണം അവിടെ എന്താണ്, ഒരു ഗുഡ് ഫെയ്ത്തിലാണ് ആ ഹോണറബിൾ ജഡ്ജ് ചെയ്തതെന്നുണ്ടെങ്കിൽ. ഓൾസോ ബിലീവിങ് ഹി ഹാഡ് സച്ച് പവർ. സോ ഹീ ഈസ് ബിലീവിങ് ദാറ്റ് ഹി ഹാസ് എ പവർ ടു ഗീവ് എ ഡെത്ത് സെൻറ്റൻസ് വിച്ച് മേ ബി വെരി നെസസറി ഫോർ ദ ആക്ട് ഹി ഹാസ് ഡൺ. സോ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചില സർക്കംസ്റ്റൻസസിൽ നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നുണ്ടാവുക. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.